ഡിസൈഡ് ചെയ്തു. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ വഴിയാണ് കാണാൻ വൃത്തിയും ഭംഗിയും, അതിലാണ് കുറെ പൂക്കളും കുറെ കാണാൻ നല്ല എക്സൈറ്റ്മെന്റ് തോന്നുന്നത്, വളരെ എന്താ പറയുക പ്ലഷറായി തോന്നുന്നത്. നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കും. അത് സഞ്ചരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെന്ന് ചാടുന്നത് വലിയ ഗർത്തങ്ങളിലേക്കായിരിക്കും. ഇപ്പോഴത്തെ വഴി കാണുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും ആദ്യത്തില്. പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക ഭയങ്കര ഹൈവേയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഹൈ പവർഫുൾ ആയിട്ടാണ് കയറുക. പക്ഷെ അത് നമ്മൾ ഒറ്റയടിക്ക് എന്തെയില്ല, തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതേപോലെയുള്ള വഴികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഏതിലൂടെ പോകണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷനാണ് നമ്മളെ എപ്പോഴും എന്തുണ്ടാക്കല്, പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇതെങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ആവല് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾക്കത് കിട്ടി. എന്തുകൊണ്ടാണ് എൻ്റെ പല ലക്ഷ്യം മാറിയത്? എൻ്റെ ചെറിയ പെങ്ങൾക്ക് എൻട്രൻസ് കിട്ടി, ഹോമിയോപ്പതിക്ക് അഡ്മിഷൻ കിട്ടി. ഹോമിയോപ്പതി ഡോക്ടർ ആയത് MBBS ഒന്നായില്ല. ഓള് എക്സാമൊക്കെ എഴുതി, ഓൾ പോലും നോക്കിയിട്ടില്ല റിസൾട്ട്. ഓള് നേരെ അന്ന് യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി കച്ചേരിപ്പടി ഒരു ചെറിയ ഷെഡിലാണ്. ആ യൂണിറ്റി വുമൻസ് കോളേജിൽ ഡിഗ്രിക്ക് പോയി ഇരിക്കുമ്പോൾ ഓളെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഹബീബാജി എൻ്റെ പേര് ലിസ്റ്റിലുണ്ടല്ലോ, പിന്നെന്താ എന്താ പോവാഞ്ഞ്? അപ്പോഴാണ് ഇവിടെ ലിസ്റ്റ് നോക്കണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹോമിയോപ്പതി കിട്ടിയത്. അപ്പൊ എൻ്റെ ഇപ്പൊ ചിന്തിച്ചത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ കല്യാണം കഴിച്ച് പോകലും, പിന്നുള്ളത് ഇപ്പൊ ഞാനാ, ബാക്കിയുള്ളവർ 3-4 ആൾക്കാരുടെ കഥ കഴിഞ്ഞു അവസാനിച്ചു. എങ്ങനെ ഒരു ഡോക്ടർ ആക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പൊക്കെ ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ എന്നാണ് എൻ്റെ ഒപ്പം കരുതിയത്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലല്ലേ, എനിക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ ഈ റിപ്പയറിങ്, അതേപോലെ ഈ ഒരു പ്രത്യേക അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ പിന്നെ എന്താ പറയാ, എനിക്കെന്നാ കൈക്കോട്ട് അത് എനിക്കിഷ്ടമല്ല, ആ പണിക്ക് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് കൂലിപ്പണിക്ക് അതെനിക്കിഷ്ടമില്ല. അങ്ങനെ നയിച്ചിന പണി എനിക്ക് എൻ്റെ ബ്രെയിനോണ്ട് പണിയെടുക്കണത് എനിക്ക് അന്നേ എനിക്കിഷ്ടം, അതാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ വൈകുന്നേരമായാൽ ഡോറടക്കും റൂമിൻ്റെ. എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ മുഴുവൻ ഇലക്ട്രോണിക്സ് ബോർഡുകളായി, പഴയ ടൈപ്പ് റെക്കോർഡറിൻ്റെ ഒക്കെ ബോർഡ്, പിന്നെ TV-ൻ്റെ ബോർഡൊക്കെ. ഞാൻ എന്താ വെച്ചാൽ എല്ലാവരും കടന്നുറങ്ങിയാൽ പിന്നെ എൻ്റെ പണി എന്താ വെച്ചാൽ ഇതിമ്മലാണ്. സത്യം, എൻ്റെ പണി ഇതിമ്മലാണ്. ഒരു ദിവസം അതേപോലെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടിപ്പിരിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ഇടയിൽ അറിയാതെ ഒന്നങ്ങോട്ട് ഷോക്കും അടിച്ചു, ഇതൊന്ന് ഷോർട്ടായി. അതിലങ്ങോട്ട് കത്തി ഇങ്ങനെ വീട്ടിൻ്റെ താഴേന്ന് ഉമ്മ വന്നിട്ട് താഴേന്ന് ഉമ്മി എന്താ പറ്റി ഒന്നുമില്ലായിരുന്നു. എനിക്കത് പറ്റിയിട്ടില്ല. ആകെ പോകാം, ഫുൾ റൂമിൽ പോകാം, കംപ്ലീറ്റ് പോകാം. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഡൈവേർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ വഴി ഇതാണ്, പക്ഷെ ഒരു പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡോക്ടറായാൽ സംഭവമൊക്കെ ശരിയാണ്, ഡോക്ടറായാൽ എന്താണ് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഡോക്ടർ ആവട്ടെ, അതിനുള്ളൊരു കുറച്ച് പണിയുണ്ടല്ലോ, അത് എടുക്കാൻ കഴിയണ്ടേ, അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ നോക്കിയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചത് നമ്മൾ എന്ത് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂടെ അങ്ങനെ പോകും. എല്ലാവരും അത് ഇന്നെ മാത്രമല്ല, നിങ്ങളിൽ പറയാല്ല, എല്ലാവരും അങ്ങനെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്ക് കിട്ടിയത് എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ളത് എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണില്ല. എൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ വാല്യൂ എന്താ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ലക്ഷ്യം തീരുമാനിക്കാൻ പറ്റാറ്. പറഞ്ഞ മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ മറ്റുള്ളവർക്ക് അടിമപ്പെടുന്നു, ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ അടിമപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അടിമപ്പെടുത്തുന്നു നമ്മളായിട്ട്. ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്താ കിട്ടിയത് അതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കണില്ല, അല്ലെങ്കിൽ ആ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണില്ല. അത് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഇനി എത്ര ബാക്കിയുണ്ട്, ഞാൻ യൂസ് ചെയ്യാത്ത സാധനം എത്ര ഉണ്ട്, ഇത് നമുക്ക് അറിയില്ല. അതറിയില്ല. ഇത് അറിയുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പഠിക്കണം, എന്നാൽ അറിയും. അത് നമ്മൾ പഠിക്കില്ല. നമ്മൾ വേറെ കുറിച്ചൊക്കെ പഠിക്കും, പക്ഷെ നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് സംബന്ധിച്ചാൽ എന്ത് പ്രശ്നം വന്നാലും, ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു
യാദൃശ്ചികമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത്. എൻ്റെ ബെഞ്ച്മേറ്റാണ്. എൻ്റെ ബെഞ്ച്മേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് സഹായിച്ച പാവം. അവൻ്റെ പേപ്പർ തന്നിട്ട് എന്നെ എഴുതാൻ വേണ്ടി സഹായിച്ച പാവം. പാവം. ഈ പാവത്തിനെ ഞാൻ ഓർമ്മയില്ല, കണ്ടിട്ടില്ല. അന്ന് ഓന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓന് ചോറ്റും പാത്രമായിട്ടൊക്കെ കോളേജിലേക്ക് വരും. നമ്മളാകെ ദൈവത്തിൽ നോട്ട് ബുക്ക് മാത്രമേ ഉള്ളൂ, അതിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പോവാം. കോളേജിക്കല്ലേ പോണ്ടേ, +2 ഒന്നല്ല, കോളേജല്ല അന്നേ, പ്രീ ഡിഗ്രി അല്ലേ, അപ്പോൾ കോളേജിക്കല്ലേ പോണ്ടേ, അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും റെക്കോർഡൊക്കെ വേണമെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളീൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും വെക്കും. അവിടുന്ന് പള്ളിക്കന്ന് തന്നെ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ റെക്കോർഡ് കൊടുക്കുക. നമ്മൾ മിക്കവാറും പേരെയൊക്കെ കൊണ്ടുവരൽ വളരെ കുറവാണ്. അപ്പോൾ അതുള്ളതെന്ന് മാത്രമേ ചിലപ്പോൾ ഇനി കൊണ്ടുവരേണ്ട ആവശ്യം മാത്രമേ വീട്ടിലേക്ക് ബാഗ് കൊണ്ടുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ എന്ത് ചെയ്യും, ഒരു നോട്ടൊക്കെ ആയിട്ട് പോകും, ബാക്കിയൊക്കെ അവിടെ തന്നെ വെച്ചാൽ പോരാ. ഇതൊന്നും ഈ വെള്ളമൊന്നും പഠിക്കാനല്ല കേട്ടോ, പറഞ്ഞ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പൊക്കിയാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്